അള്ളാഹു നമ്മുടെ ഇരുത്തം അവൻ പൊരുത്തപ്പെടുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ പള്ളിയിൽ ജുമുഅ നിസ്കാരത്തിന് ഒരുമിച്ച് കൂടാൻ അവസരം ലഭിച്ചതുപോലെ നാളെ പരിശുദ്ധ സ്വർഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, ഭാര്യ, മക്കൾ, അയൽവാസികൾ, നമ്മോട് ദുആ വസിയ്യത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് സൂര്യൻ അസ്തമിച്ചതോടുകൂടിയിട്ട് പരിശുദ്ധ റമളാനിലെ രണ്ടാമത്തെ 10 ദിവസങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോവുകയാണ്. ഔസത്തുഹു മഗ്ഫിറത്തുൻ, രണ്ടാമത്തെ 10ൽ അള്ളാഹു മഗ്ഫിറത്ത് കരുതി വച്ചിട്ടുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുച്ഛമായ സമയങ്ങൾ, മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുമ്പോൾ ഇവിടെ ഈ സമയത്ത് ചിന്തിക്കേണ്ടത്, ഈ കഴിഞ്ഞ 9 ദിവസം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ മഗ്ഫിറത്തിൻ്റെ എന്തെങ്കിലും കണികകൾ അള്ളാഹു നൽകിയിട്ടുണ്ടോ എന്നാണ്. അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്നവർ നമ്മയൊക്കെ ചേർത്ത് തരുമാറാകട്ടെ. ഇനി വരാൻ പോകുന്ന 10 ദിവസങ്ങൾ വളരെ പ്രധാനമുള്ളതാണ് എന്ന് മുത്തുനബി തങ്ങളുടെ ഹദീസിൽ നിന്നും അവിടുത്തെ ജീവിതത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് മഹദി ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ ലൈലൽ അഖീർ, അവസാനത്തെ രാത്രികൾ അടുത്തു കഴിഞ്ഞാൽ, അവസാനത്തെ 10 ദിനങ്ങൾ അടുത്തു വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅയ്ഖല അഹ്ലഹു അഹ്യൽ ലൈല, അവിടുന്ന് രാത്രിയെ ഹയാത്താക്കുമായിരുന്നു. വഅയ്ഖല ലൈലഹു, അവിടുത്തെ അഹ്ലുകാരെ അവിടുന്ന് ഉണർത്തുമായിരുന്നു, അവിടുത്തോടൊപ്പം ഇബാദത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കുമായിരുന്നു. വജദ്ദ, അവിടുന്ന് ഒരുപാട് പരിശ്രമിക്കുകയും, വശദ്ദൽ മിഅ്സറ, അവിടുത്തെ അരയുടുപ്പ്, അവിടുത്തെ മുണ്ട് അവിടുന്ന് മുറുക്കി ഉടുക്കുകയും ചെയ്യുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എന്ന് മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നബിയെ, തങ്ങളുടെ മുൻപിൻ പാപങ്ങളെല്ലാം തന്നെ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ പല തവണ എടുത്തു പറഞ്ഞിട്ടുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് പാപങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല, തെറ്റുകൾ ഒരുപാട് പൊറുപ്പിക്കാൻ ബാക്കിയുണ്ടായതുകൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാനൊരു നന്ദിയുള്ളവനാകണം, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാനൊരു അനുസരണയുള്ളവനാകണം എന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ രാത്രികളെ ചെലവഴിച്ചിരുന്നു എന്ന് അവിടുത്തെ ജീവിതം പരിശോധിച്ചാൽ കാണാൻ കഴിയും. പരിശുദ്ധമായ റമളാനിലെ അവസാനത്തെ 10ൽ ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ അധികമായി പ്രതീക്ഷിക്കണമെന്ന് മുത്തുനബി തങ്ങളുടെ ഹദീസുകളിലുണ്ട്. എന്നാൽ കേവലം റമളാന്റെ അവസാനത്തെ 10ലേക്ക് മാത്രമാണോ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ടത്? അല്ല. റമളാൻ 1 മുതൽ അവസാനത്തെ ദിനം വരെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു കൂടുതൽ പരിഗണന അവസാനത്തെ 10ൽ നിങ്ങൾ കാണിക്കണം. എല്ലാ അമലുകളും അങ്ങനെ തന്നെയാണ്, എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെയാണ്. മനുഷ്യരുടെ ജീവിതം അള്ളാഹു കണക്കാക്കുന്നത്, മനുഷ്യന്റെ ജീവിത പരാജയ വിജയങ്ങളെ അള്ളാഹു നിദാനമാക്കുന്നത്, വെച്ചിരിക്കുന്നത് അവന്റെ അവസാനം നോക്കിയിട്ടായിരിക്കും. തമൂതൂന കമാ തഈശൂൻ വതബഅസൂന കമാ തമൂതൂൻ, സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണോ അവൻ ജീവിക്കുന്നത് അതനുസരിച്ചായിരിക്കും അവന്റെ പര്യവസാനം ഉണ്ടാകുക, അവന്റെ ജീവിതത്തിന്റെ തിരശീല വീഴുക. എങ്ങനെയാണോ അവൻ മരണപ്പെട്ടത് ആ അനുസരിച്ച് നാളെ മഹ്ശറിലേക്ക് അവനെ ഉയർത്തപ്പെടുക. നല്ല രൂപത്തിലാണ് മരിക്കാൻ അവസരം കിട്ടിയത് എങ്കിൽ ആ നല്ല രൂപത്തിൽ നാളെ റബ്ബിന്റെ മുമ്പിലേക്ക്, യജമാനന്റെ കോടതിയിലേക്ക് അവൻ എഴുന്നേറ്റു ചെല്ലാൻ കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നോക്കേണ്ടത് ജീവിതത്തിന്റെ പര്യവസാനം എത്രത്തോളം സുന്ദരമാക്കാൻ ഒരാൾക്ക് കഴിയുന്നുണ്ട് എങ്കിൽ അത്രത്തോളം മനോഹരമാക്കാൻ കഴിയും അവന്റെ ബർസഖും വരാനുള്ള ആഖിറത്തിന്റെ ലോകവും എന്ന് മുത്തുനബി തങ്ങളുടെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നബി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദ ലയഅമലു അമല അഹ്ലിൽ ജന്ന. ചില ആളുകളുണ്ട്, അവർ ജീവിതത്തിൽ സ്വർഗാവകാശികളായ ആളുകൾ ചെയ്യുന്ന അമലുകളൊക്കെ ചെയ്യും. സ്വർഗത്തിന്റെ അഹ്ലുകാർ ചെയ്യുന്ന, അവർ ചെയ്യാൻ സ്വർഗത്തിലേക്ക് കടക്കാൻ പ്രാപ്തി നേടുന്ന ആളുകൾ ചെയ്യേണ്ട അമലുകൾ മുഴുവൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരൊറ്റ നിസ്കാരം ഖളാ ആക്കാത്ത ആളുകൾ, ഒരൊറ്റ റമദാനിലും നോമ്പ് ഖളാ ആക്കി കളയാത്ത ആളുകൾ, സുന്നത്തായ കർമ്മങ്ങളെ കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ, കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ, അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്നും ഹജ്ജ് ചെയ്ത ആളുകൾ, ഉംറ നിർവഹിച്ച ആളുകൾ, പട്ടിണി പാവങ്ങളെ സഹായിച്ചവർ, ഇങ്ങനെ തുടങ്ങി സ്വർഗം നിറയ്ക്കപ്പെട്ട സൽക്കർമ്മങ്ങളെ കൊണ്ട് ജീവിതം ധന്യമാക്കിയ ചില ആളുകളുണ്ടാകും.
ഉണ്ടാകും. ഹത്താ യകൂന ബൈനഹു വബൈനഹു ബൈനഹാ ഇല്ലാ ദിറാഉൻ, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മുഴം മാത്രം ബാക്കി നിൽക്കെ, അതായത് സ്വർഗത്തിലേക്ക് അവന് കടക്കാൻ കുറഞ്ഞ അളവ് മാത്രമേ ഇനി ബാക്കി നിൽക്കുകയുള്ളൂ. അത്രത്തോളം അവൻ ഇബാദത്തുകൾ സ്വർഗത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടാകും. ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, പക്ഷേ അവന് വിധിക്കപ്പെട്ട വിധിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പാക്കുക തന്നെ ചെയ്യും. അവന്റെ മേൽ എന്താണോ കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ആ കണക്കാക്കപ്പെട്ടത് അവനിലേക്ക് വന്നു ചേരും. ഫയഅമലു ബിഅമലി അഹ്ലിന്നാർ, അങ്ങനെ അവന്റെ ജീവിതത്തിൽ, നരകാവകാശികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നുകൂടുകയും നരകത്തിൽ പോകുന്ന, നരകം നിറയ്ക്കപ്പെട്ട സംഗതികളെ കൊണ്ട് അവന്റെ ജീവിതം നിറയ്ക്കുകയും ചെയ്യുമ്പോൾ ഫയുദ്ഖിലുഹ, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട് സ്വർഗത്തിലേക്ക്, പക്ഷേ അവന്റെ ജീവിതത്തിന്റെ പര്യവസാനം കുറിച്ചത് തെറ്റിലായിട്ടാണ് എങ്കിൽ, തെറ്റു ചെയ്യുന്ന അവസ്ഥയിലാണ് എങ്കിൽ, അത്രകാലം അവൻ ചെയ്ത ഇബാദത്തുകൾ മുഴുവൻ പൊളിഞ്ഞു പോകാൻ ആ അവസാന കാലഘട്ടം മതി എന്ന് മുത്തുനബി തങ്ങളുടെ ഹദീസ് പറയുമ്പോൾ കൂട്ടത്തിൽ ഒരു ചരിത്രം കൂടെ ചേർത്ത് പറയാം. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരു സ്വഹാബി, നല്ല യോദ്ധാവായ ഒരു സ്വഹാബി, നല്ല യുദ്ധം ചെയ്തിരുന്ന ആ ശത്രുക്കളുടെ മുമ്പിൽ ശത്രുക്കൾ പേടിച്ച് വിറച്ചു നിന്നിരുന്നൊരു സ്വഹാബി, അത്ര ധീരനായ ഒരു സ്വഹാബി ഒരു യുദ്ധവേളയിൽ ഇങ്ങനെ പോരാടുന്നത് കണ്ടപ്പോ മഹാന്മാരായ സ്വഹാബത്ത് മുത്തുനബി തങ്ങളോട് പറഞ്ഞു, നബിയെ, എന്തൊരു പോരാട്ടമാണ് അയാൾ, എന്തൊരു മുജാഹിദാണ് ആ മനുഷ്യൻ, അയാൾ സ്വർഗാവകാശിയായിരിക്കും നബിയെ, അയാൾ സ്വർഗാവകാശിയാണ്. കാരണം എന്തേ? അയാളുടെ മജ്ജയും മാംസവും രക്തവും എല്ലാം ദീനിനു വേണ്ടി സമർപ്പിച്ചിട്ടാണല്ലോ ആ നിൽക്കുന്നത്. ജീവൻ ഒരു പേടിയുമില്ലല്ലോ, തൻ്റെ തല കൊയ്തു പോകുമെന്ന് പേടിയൊന്നുമില്ലാതെ ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ പിടിച്ചു നിർത്തണം, ഇതിനെ തളർത്താൻ വരുന്നവരെ തച്ചുറയ്ക്കണം, ഈ പ്രതീക്ഷയോടുകൂടി യുദ്ധക്കളത്തിൽ നിന്ന് പോരാടുന്ന മനുഷ്യനെ കണ്ടിട്ട് സ്വഹാബത്ത് പറയുകയാണ്, അയാൾ സ്വർഗാവകാശിയാണല്ലോ, അയാൾ സ്വർഗാവകാശിയാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ് കേട്ടോ, അവൻ നരകത്തിലാണ്, അവൻ നരകത്തിലാണ്. സ്വഹാബത്ത് അമ്പരന്ന് പോയത് കേട്ടപ്പോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു തുള്ളി രക്തം ഭൂമിയിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ മുഴുവൻ പൊറുക്കുമെന്ന് ഈ നബി തന്നെയല്ലേ പറഞ്ഞു തന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകുന്ന മനുഷ്യൻ നാളെ സ്വർഗത്തിൽ പച്ചപ്പറവകളുടെ ഉള്ളിൽ അവരുടെ ആത്മാക്കൾ പാറി നടക്കുമെന്ന് മഹാനായ ഹൻസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ ബിൻ ഖത്താബ് തങ്ങളെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പോലെ ശുഹദാഇന്റെ പട്ടികയിൽ ഇടം ചേരാൻ അവർക്ക് അവസരം ലഭിക്കുമെന്ന് സൃഷ്ടാവായ റബ്ബിന്റെ നാവ് കൊണ്ട് കളവ് പറയാത്ത ഈ ഹബീബായ നേതാവ് നബി തങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്, ഈ റസൂൽ തന്നെയല്ലേ പറഞ്ഞത്. പിന്നെ ഈ യുദ്ധക്കളത്തിൽ അടരാടി രക്തം ചിന്തി മരിച്ച ഈ മനുഷ്യനെ സംബന്ധിച്ച് നബി തങ്ങൾ ഇയാള് നരകത്തിലാണ് എന്ന് പറയാനുള്ള കാരണം എന്തേ? എന്താണ് കാരണം? സ്വഹാബത്ത് അന്വേഷിക്കുകയാണ്, അയാളുടെ ജനാസ എവിടെയാണ്? യുദ്ധം കഴിഞ്ഞു, അയാൾ കൊല്ലപ്പെട്ടു, മരണപ്പെട്ടു, അന്വേഷിച്ചു നോക്കുകയാണ് അയാളുടെ ജനാസ എവിടെങ്കിലും ഉണ്ടോ എന്ന്. അന്വേഷിച്ചു നോക്കിയപ്പോൾ അയാളുടെ ജനാസ കണ്ടെത്താൻ കഴിഞ്ഞു. അയാളുടെ വയറ്റിൽ ഒരു കഠാര കുത്തി ഇറക്കി വെച്ചിട്ടുണ്ട്, വയറ്റിലേക്ക് ഒരു കഠാര കുത്തി കയറിയിരിക്കുന്നുണ്ട്. അന്വേഷിച്ചു നോക്കിയപ്പോൾ അത് അയാളുടെ സ്വന്തം കഠാര തന്നെയാണ്, സ്വന്തം കത്തി തന്നെയാണ്. പറയപ്പെട്ടത് ഈ മനുഷ്യൻ യുദ്ധത്തിൽ വല്ലാതെ മുറിവേറ്റിരുന്നു. യുദ്ധത്തിൽ മുറിവേറ്റ് വേദന സഹിക്കവയ്യാതെ വന്നപ്പോ ഈ മുറിവ് കൊണ്ട് ഞാൻ മരണപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കി യുദ്ധക്കളത്തിൽ മരണപ്പെട്ടവന്റെ സ്ഥാനം, യുദ്ധക്കളത്തിൽ മരണപ്പെട്ടവന് കിട്ടുന്ന പേരും പ്രശസ്തിയും തനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് കരുതി തൻ്റെ സ്വന്തം കടാര വെച്ച് അതിൻ്റെ മുകളിലേക്ക് വയറമർത്തി അയാൾ സ്വന്തമായി ആത്മഹത്യ ചെയ്തു കളഞ്ഞു എന്ന് മഹാന്മാരായ സ്വഹാബത്തിന് മറുപടി കിട്ടി, റിപ്പോർട്ട് കിട്ടി. ഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ് എന്ന് നാവുകൊണ്ട് കളവ് പറയാത്ത അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ അല്ലമഹു ശദീദുൽ ഖുവ. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, നബി തങ്ങൾ പറഞ്ഞു അയാൾ നരകത്തിലാണ്. എന്തേ കാരണം? അയാൾ യുദ്ധത്തിൽ പോരാടാത്തത് കൊണ്ടല്ല, അയാളുടെ രക്തം ചിന്താത്തത് കൊണ്ടല്ല, ദീനിൽ പരിശുദ്ധമായ ദീൻ എതിർത്തതൊന്നും ജീവിതത്തിൽ സംഭവിച്ചത് കൊണ്ടല്ല, അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞതിനൊന്നും എതിര് പ്രവർത്തിച്ചത് കൊണ്ടല്ല, മറിച്ച് അവസാനം മോശമായി പോയി. അവസാന കാലഘട്ടം അത്രകാലം ചെയ്ത ഇബാദത്തുകളെ മുഴുവൻ പൊളിച്ചു കളയാൻ പറ്റുന്ന ഒരു പ്രവർത്തനം അയാളുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ നരകത്തിന്റെ അഹ്ലുകാരായി എത്ര സ്പഷ്ടമായിട്ടാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞു വെച്ചത്. ഫയഅമലു ബിഅമലി അഹ്ലിന്നാർ, അവസാനം അവൻ നരകത്തിന്റെ അഹ്ലുകാർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ ഫയുദ്ഖിലുഹ, അയാളെ നരകത്തിലേക്ക് പ്രവേശിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.
അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ നമുക്കിനി അനുകൂലമായി സാക്ഷി നിൽക്കണോ അതല്ല പ്രതികൂലമാകണോ? ഇത് തീരുമാനിക്കപ്പെടേണ്ടത് ഈ അവസാന കാലഘട്ടങ്ങളിലാണ്. എങ്ങനെയാണ് എൻ്റെ ജീവിതം, എൻ്റെ ഈ അവസാന സമയങ്ങൾ ഞാൻ ചിലവഴിക്കുന്നത് എന്ന് നോക്കിയിട്ടായിരിക്കും റമദാൻ നമ്മെ പരിഗണിക്കുക. ഈ റമദാൻ ഒരു പൊരുത്തം വേണമല്ലോ, റമദാന് നമ്മളോടൊരു പൊരുത്തം വേണമല്ലോ, റമദാന് നമ്മളോടൊരു മഹബത്ത് വേണമല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയത്, വിശുദ്ധ റമദാൻ എത്തിയിട്ട് പാപങ്ങളൊന്നും പൊറുക്കാതെ അവനെ പൊരുത്തപ്പെടാത്ത രൂപത്തിൽ റമദാൻ അങ്ങ് യാത്ര പറഞ്ഞു. എന്നാൽ അവൻ്റെ മേൽ അല്ലാഹുവിൻ്റെ നാശമുണ്ടാകട്ടെ, അവൻ്റെ മേൽ അല്ലാഹുവിൻ്റെ കോപമുണ്ടാകട്ടെ, അല്ലാഹുവിൻ്റെ ലഅനത്തുണ്ടാകട്ടെ എന്ന് മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ദുആ ആമീൻ പറഞ്ഞത് മുത്തുനബി തങ്ങളാണ്. ഈ ഹദീസ് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ മനസ്സിലാക്കണം, വിശുദ്ധ റമദാനിനെ കഴിഞ്ഞു കടക്കാൻ കേവലം 10 ദിനങ്ങൾ മാത്രം, വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. ഈ ദിവസങ്ങളെ കൊണ്ട് ഈ വിശുദ്ധ റമദാനെ പൊരുത്തപ്പെടിക്കാൻ എനിക്ക് കഴിയുമോ? ഈ വിശുദ്ധ റമദാനെ കൊണ്ട് എന്നെ തൃപ്തിപ്പെടുന്ന രൂപത്തിലൊന്ന് എനിക്ക് യാത്രയാക്കാൻ കഴിയുമോ? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട രാത്രികളാണ് 21, 25, 23, 27, 29 എല്ലാം കൂടുതൽ പ്രതീക്ഷിക്കണം. എന്നാൽ അതിലെ 20-ാമത്തെ രാവും 22, 24, 26 ഒക്കെ തന്നെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ പറ്റിയ രാത്രികളാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വിലയിരുത്തി മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. കേവലം 27-ാം രാവിലെ മാത്രമല്ല ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാൻ മുത്തുനബി തങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാവ് പ്രത്യേകമായി തയ്യാർ ചെയ്ത് ഈ രാത്രിയിൽ പ്രതീക്ഷിച്ചോ എന്നല്ല പറഞ്ഞത്. മറിച്ച് അവസാനത്തെ 10 മുഴുവൻ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാനുള്ള രാത്രികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്ർ കൊണ്ട് സന്തോഷം ലഭിക്കുന്നവരിൽ, വിജയം ലഭിക്കുന്നവരിൽ നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ ഇനി റമദാൻ കഴിയുന്ന രാത്രി വരെ, അവസാനത്തെ പെരുന്നാളിൻ്റെ രാത്രി വരെ ഹയാത്താക്കൽ വലിയ പുണ്യമുള്ള രാത്രികളാണ്. ഇഅ്തികാഫിന് വലിയ സ്ഥാനമുള്ള രാത്രികളാണ്. സൽക്കർമ്മങ്ങൾക്ക്, നിസ്കാരങ്ങൾക്ക്, ഖിയാമുൽ ലൈലുകൾക്ക് ഒരുപാട് സ്ഥാനമുള്ള രാത്രികളാണ്. പാഴാക്കിക്കളയുന്നവർക്ക് വലിയ നഷ്ടമാണ്. കാരണം അടുത്തൊരു റമദാൻ ഇതുപോലെ ഒരു അവസാന 10ലേക്ക് എത്തി നോക്കാനെങ്കിലും ഞാനും നിങ്ങളും ബാക്കിയുണ്ടോ എന്ന് യജമാനനായ റബ്ബിന്റെ കിതാബിൽ എന്താണ് എഴുതപ്പെട്ടത് എന്ന്. ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ബറാഅത്തിന്റെ രാവിൽ എന്റെയും നിങ്ങളുടെയും കണക്ക് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയ പലരും ഇന്ന് മണ്ണറയിലേക്ക് പോയിട്ടുണ്ട്. ഇനി അടുത്ത കൊല്ലം നമ്മളിൽ ആരൊക്കെ ഉണ്ടാകുമെന്നറിയില്ല. ഈ കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ ചെറിയ മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, കൗമാരക്കാര് പോയിട്ടുണ്ട്, ബാല്യക്കാര് പോയിട്ടുണ്ട്, യുവാക്കൾ പോയിട്ടുണ്ട്, വൃദ്ധര് പോയിട്ടുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും ആബാല വൃദ്ധത്തിൽപ്പെട്ട പല ആളുകളും മണ്ണറയിലേക്ക് യാത്ര പറഞ്ഞിട്ടുണ്ട്. അടുത്ത കൊല്ലം ഇങ്ങനെ ഇരുന്ന് വാഴ്ന്നു കേൾക്കാനോ, ഇങ്ങനെ ഇരുന്ന് ഇന്ന് പ്രസംഗിക്കാനോ എനിക്കോ നിങ്ങൾക്കോ കഴിയുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല, ഉറപ്പുമില്ല. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതുകൊണ്ട് ഈ വരുന്ന 10 ദിനങ്ങൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധമായ ദിനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട വലിയൊരു കർമ്മമുണ്ട്, വലിയൊരു കടമ. ആത്മാർത്ഥമായ ദുആ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണം. എപ്പോഴും റബ്ബിൻ്റെ മുമ്പിൽ കരഞ്ഞു തൗബ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാകണം. കൂട്ടത്തിൽ ഗസ കരയുകയാണ്, ഫലസ്തീനിലെ മക്കൾ വല്ലാതെ വിതുമ്പുകയാണ്. വാർത്താമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മളത് കാണുന്നുണ്ട് നിരന്തരം. നമ്മുടെ മക്കളൊക്കെ സുരക്ഷിതമായി കിടന്നുറങ്ങുമ്പോൾ, ഉമ്മയുടെ മടിത്തട്ടിൽ വിശ്രമിക്കുമ്പോൾ, വാപ്പയുടെ നെഞ്ചത്ത് കയറി കളിക്കുമ്പോൾ, തെരുവ് വീതികളിലൂടെ ഉമ്മ എവിടെയെന്നറിയാതെ, ഉപ്പ എവിടെയെന്നറിയാതെ വിലപിച്ച് പായുന്ന പിഞ്ചു പൈതങ്ങളെ കാണുമ്പോൾ വല്ലാതെ കരളരിയുന്നുണ്ട്. അല്ലാഹു അവർക്ക് ഹിമ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ വിളിക്കുന്നത് അല്ലാഹ് എന്നാണ്. അതല്ലാത്തൊരു വിളി അവരുടെ നാവിൽ നിന്ന് കേൾക്കാനില്ല. അല്ലാഹ് അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് തെരുവ് വീതിയിൽ ഓടുകയാണ്. എങ്ങോട്ടാണ് അഭയമുള്ളത്? എവിടെ നിന്നാണ് ബോംബ് തൻ്റെ തലയിലേക്ക് വന്ന് വർഷിക്കുന്നതെന്നറിയാതെ, എന്ത് തെറ്റാണ് താൻ ചെയ്തതെന്നറിയാത്ത പിഞ്ചിളം പൈതങ്ങൾ പോലും വല്ലാതെ വിലപിക്കുന്നുണ്ട് എങ്കിൽ വിശുദ്ധ റമദാൻ എത്തുമ്പോൾ ശൈത്താന്മാരെ ചങ്ങലക്കിടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നാൽ ആ ഇബ്ലീസുകളെ പോലും നാണം കെടുത്തുന്ന രൂപത്തിൽ ചില മനുഷ്യ പിശാചുക്കൾ, വൃദ്ധരെന്നോ
സ്ത്രീകളെന്നോ ഗർഭിണികളെന്നോ പിഞ്ചു കുഞ്ഞുങ്ങളെന്നോ നോക്കാതെ തീമഴ വർഷിപ്പിക്കാൻ ഒരു മടിയുമില്ലാതെ, കരിച്ചുകളയാൻ ഒരു പ്രയാസവുമില്ലാതെ കഠിനഹൃദയരായ ചില ആളുകളുടെ താണ്ഡവം ഗസയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശത്രുക്കളെ പരാജയപ്പെടുത്തുമാറാകട്ടെ. ആ ശത്രുക്കളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അവർക്ക് ഏറ്റവും നല്ല തിരിച്ചടി അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്ക് മുഴുവൻ ഫലമായിട്ട് വലിയ അദാബ് കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കുമാറാകട്ടെ. ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ അവരറിയണം. ഇത്രത്തോളം ക്രൂരത കാട്ടിയ ഒരു സമുദായം മുന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫറോവ എന്ന കാട്ടാളൻ, നമ്രൂദ് എന്ന കാട്ടാളൻ അവരെ നശിപ്പിച്ചതുപോലെ അല്ലാഹു ഈ ശത്രു സംഘത്തെയും നശിപ്പിച്ചു കളയുമാറാകട്ടെ. ആത്മാർത്ഥമായി ദുആ ഇറക്കണം. ഫലസ്തീനിലെ മക്കൾക്ക് അല്ലാഹു ഹിമ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഗസയിലെ മക്കൾക്ക് ഹിമ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഐതാമുകൾക്ക് അല്ലാഹു തണിയാകുമാറാകട്ടെ. യതീമീങ്ങളായ മക്കളെ കാണുമ്പോൾ സങ്കടം തോന്നുകയാണ്. അല്ലാഹു അവർക്ക് പകരക്കാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടുകളിൽ പലതും. വെള്ളമില്ലാതെ പല നാടുകളും കഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് വെള്ളത്തിൻ്റെ വില അറിയില്ല. ഖുൽഅറഅയ്തും ഇൻ അസ്ബഹ മാഉകും മുഗവറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. വിശുദ്ധ ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അല്ലാഹു സുഭിക്ഷമായി നൽകിയ വെള്ളമുണ്ടല്ലോ, ഈ വെള്ളത്തിൻ്റെ വാൾവെങ്ങാനും അല്ലാഹു പൂട്ടിക്കളഞ്ഞാൽ ആരോടോ നിങ്ങൾക്ക് വെള്ളം തരാനുള്ളത്? ആരാണ് ശുദ്ധമായ പാനീയം തരാനുള്ളത്? കടലിൻ്റെ നടുക്ക് കിടക്കുന്നവരാണെങ്കിലും ശരി, ശുദ്ധമായ പാനീയം കിട്ടാതെ അവൻ ദാഹിച്ചു വലഞ്ഞ് മരണപ്പെട്ടു പോകും. കാരണം അവൻ്റെ ചുറ്റുഭാഗത്തുള്ളത് ഉപ്പിലായിനിയാണ്. അത് കുടിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അത് കുടിച്ച് അവൻ്റെ ജീവൻ നിലനിർത്താൻ സാധ്യമാവുകയില്ല. ഒരു പരിധി കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും. കാരണം ശുദ്ധമായ പാനീയം കൊണ്ടാണ് ശരീരത്തിൻ്റെ ഘടനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നത്. ആ ശുദ്ധമായ പാനീയം നിങ്ങൾക്ക് നൽകാൻ ആരാടോ ഉള്ളത് എന്ന ചോദ്യമുണ്ട്. ഖുൽ അറഅയ്തും, ഒന്ന് പറഞ്ഞു തരണം നിങ്ങൾ. ഒന്ന് പറഞ്ഞ കൃത്രിമമായി മഴ പെയ്യിക്കാനുള്ള ടെക്നോളജികൾ ഇന്ന് ലോകത്ത് വളർന്നിട്ടുണ്ട്. സാങ്കേതിക വിദ്യകളൊക്കെ അതിന് വളർന്നിട്ടുണ്ട്. മനുഷ്യൻ വലിയ തലങ്ങളിലേക്ക് ഉയർന്നിട്ടുണ്ട്. എന്നാൽ ശുദ്ധമായ പാനീയം ആകാശത്ത് നിന്നും ഒരു മുടക്കവും കൂടാതെ ഇറക്കി തരാൻ സൃഷ്ടാവായ റബ്ബ് ഇത്രകാലം നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്ത് പോലെ ഒരു നിഅമത്ത് തുടരാൻ ആർക്കാടോ സാധ്യമാകുക എന്നുള്ള ചോദ്യം വിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ട് 14 മറുപടി അല്ലാഹു റബ്ബുൽ ആലമീൻ. അതിനപ്പുറത്തേക്ക് ഒരു മറുപടി പറയാനില്ല. എനിക്കോ നിങ്ങൾക്കോ കഴിയില്ല. എത്ര വലിയ വാട്ടർ അതോറിറ്റി വിചാരിച്ചാലും ശരി, കുടിവെള്ളം തരണമെങ്കിൽ അല്ലാഹു തന്നെ വിചാരിക്കണം. അതുകൊണ്ട് തന്നെ വെള്ളം പാഴാക്കുന്നതിൽ വലിയ കണിശത നമ്മൾ കാണിക്കണം. ഒഴുകുന്ന വെള്ളത്തിലാണെങ്കിലും നിങ്ങൾ വുദൂ ചെയ്യുമ്പോൾ മിതമായി വുദൂ ചെയ്യണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയും ഇസ്റാഫ് കാണിക്കാൻ പാടില്ല. മുസബ്ബലായ വെള്ളം, വുദൂ എടുക്കാൻ വേണ്ടി തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം 3 തവണയിൽ കൂടുതൽ സുന്നത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് 3 തവണ കഴുകാം. അതിനേക്കാൾ കൂടുതൽ കഴുകൽ ഹറാമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. എന്തേ കാരണം? അത് ഇസ്റാഫാണ്, ഇസ്റാഫിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണ്. അതുപോലും നിന്റെ ഇബാദത്തിൽ നീ ചെയ്യരുതേ എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ കുടിക്കാനും കുളിക്കാനും അതുപോലെ നമുക്ക് ശുദ്ധീകരണത്തിനുമൊക്കെ വെള്ളം ആവശ്യമാണ്. പക്ഷേ ഇതിലൊന്നും അമിതം കാണിക്കാതെ ഇനി വരുന്നൊരു തലമുറ വെള്ളം കിട്ടാതെ നശിച്ചു പോകുന്നൊരവസ്ഥ, ഇനിയൊരു യുദ്ധം വരാനുണ്ടെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്ന് പണ്ടുള്ളവർ പറഞ്ഞതുപോലെ അത്തരത്തിലൊരു ഗതികേട് അല്ലാഹു നമുക്കോ നമ്മുടെ തലമുറയ്ക്കോ നൽകാതിരിക്കുമാറാകട്ടെ. സുഭിക്ഷമായ വെള്ളം മരിക്കുന്നത് വരെ കുടിക്കാൻ, അതുപോലെ തന്നെ നമുക്ക് പിൽക്കാലത്തുള്ള ആളുകളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക് ബാക്കി വെക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.